Dear friends, you are welcome to Historia. അപ്പോൾ നമുക്ക് ഇന്നത്തെ പുതിയ ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർലമെന്റിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ രാജ്യസഭയെ കുറിച്ച് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോകസഭയെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് രാജ്യസഭ പ്ലസ് ലോകസഭ പ്ലസ് പ്രസിഡന്റ്. ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് എന്ത് പറയുന്നത് പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യസഭയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ലോകസഭയെക്കുറിച്ചാണ്. ലോകസഭ ഓർക്കുക. ലോകസഭ ഈസ് ഫോംഡ് ഓൺ 17th April 1952 and first session of Lok Sabha 13th May 1952. Clear ആയിട്ടുള്ള Lok Sabha formed on 17th 17th April 1952 and first session of Lok Sabha summoned on എന്നാണ് പറയുന്നത് 13th May 1952. ക്ലിയർ ആയില്ലോ. 1952 ഏപ്രിൽ 17 ലോകസഭ രൂപം കൊണ്ടത്. 1952 ഏപ്രിൽ 17 ലോകസഭ രൂപം കൊണ്ടു. പക്ഷേ അതിൻ്റെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് 52 മെയ് 13 എന്ന് വെച്ചാൽ രാജ്യസഭ രൂപം കൊണ്ടത് ഏപ്രിൽ 3 ലോകസഭ ഏപ്രിൽ 17 സമ്മേളനം രണ്ടിൻ്റെയും സെയിം ആണ്. രാജ്യസഭയുടെയും ലോകസഭയുടെയും സമ്മേളനം എന്ന് പറയുന്നത് സെയിം ഡേറ്റ് ആണ്. 1952 മെയ് 13 ലോകസഭയുടെയും രാജ്യസഭയുടെയും സമ്മേളനം നടക്കുന്നത് ഒരേ ഡേറ്റ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആഫ്റ്റർ ദി ജനറൽ ഇലക്ഷൻ the parliament session is a joint session. First session of parliament is a joint session. Clear? That is why Rajya Sabha and Lok Sabha is same date. Clear? അപ്പോൾ അതുകൊണ്ടാണ് രാജ്യസഭയുടെയും ലോകസഭയുടെയും സെഷൻ്റെ ഡേറ്റ് സെയിം ഡേറ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയിരിക്കുമല്ലോ. ഒരു ജനറൽ ഇലക്ഷൻ കഴിഞ്ഞാൽ ആദ്യത്തെ സമ്മേളനം എപ്പോഴും ജോയിൻറ്റ് സെഷൻ ആയിരിക്കും. അതുകൊണ്ട് രാജ്യസഭയുടെയും ലോകസഭയുടെയും സെഷൻ്റെ ആദ്യ സെഷൻ ഡേറ്റ് 1952 മെയ് 13. ക്ലിയർ ആയിരിക്കും. അപ്പോൾ ലോകസഭ രൂപം 1952 ഏപ്രിൽ 17 ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് 52 മെയ് 13. ക്ലിയർ ആയില്ലോ. ഇനി ലോകസഭ ഈസ് നോൺ ആസ് ലോവർ ഹൗസ് ആൻഡ് ഹൗസ് ഓഫ് പീപ്പിൾ. ലോവർ ഹൗസ് രാജ്യസഭ നമ്മൾ പറയുന്ന അപ്പർ ഹൗസ് ഉപരിസഭ എന്ന് പറയുന്നത്. ലോകസഭ ഈസ് ലോവർ ഹൗസ് അധോസഭ എന്നറിയാം. അതോടൊപ്പം ഇറ്റ് ഈസ് നോൺ ആസ് ഹൗസ് ഓഫ് പീപ്പിൾ. രാജ്യസഭ നമ്മൾ പറയുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആണ്, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നാണ് രാജ്യസഭയെ പറഞ്ഞത്. ലോകസഭ ഈസ് നോൺ ആസ് ഹൗസ് ഓഫ് പീപ്പിൾ. വൈ ലോകസഭ ഈസ് നോൺ ആസ് ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് വെച്ചാൽ Lok Sabha members is directly elected from the people. Lok Sabha members is directly elected from the people. So Lok Sabha members is directly responsible to the people. Clear ആയില്ലോ. ലോകസഭാ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുക ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലോകസഭാ ഇലക്ഷനൊക്കെ നമ്മൾ വോട്ട് ചെയ്യാറുണ്ട്. നമ്മൾ ലോകസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കാറുണ്ട്. രാജ്യസഭാ ഇലക്ഷൻ നമ്മൾ വോട്ട് ചെയ്യാറില്ല. അപ്പോൾ ലോകസഭാ അംഗങ്ങളെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. അതുകൊണ്ട് അവർ ജനങ്ങളുടെ നേരിട്ടുള്ള പ്രതിനിധികളാണ്. അതുകൊണ്ട് അവർക്ക് ജനങ്ങളോട് മാത്രമാണ് ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് നമ്മൾ ലോകസഭയെ എന്ത് വിളിക്കുന്നത് ഹൗസ് ഓഫ് പീപ്പിൾ, ജനങ്ങളുടെ വീട് എന്ന് ലോകസഭയെ വിളിക്കുന്നത്. ക്ലിയർ ആയില്ലോ. അപ്പോൾ ലോകസഭ ഈസ് നോൺ ആസ് ഹൗസ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ലോവർ ഹൗസ് എന്നറിയപ്പെടുന്നു. ഇനി ലോകസഭ അംഗസംഖ്യ എന്ന് പറയുന്നത് മസ്റ്റ് നോട്ട് ബി ഇൻക്രീസ്ഡ് 552. ഓർത്തിക്കുക 552 കൂടാൻ പാടില്ല. ലോകസഭാ അംഗസംഖ്യ 552 കൂടാൻ പാടില്ല. ബട്ട് നൗ ഓർത്തിക്കുക 104ാമത്തെ ഭേദഗതി പ്രകാരം ടു ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ ആ പ്രാതിനിധ്യം നിർത്തലാക്കി. സോ മസ്റ്റ് നോട്ട് ബി ഇൻക്രീസ്ഡ് 550. ക്ലിയർ ആയില്ലോ. അപ്പോൾ 552 2 ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ ആ പ്രാതിനിധ്യം നമ്മൾ നിർത്തലാക്കി. അതുകൊണ്ട് 550 കൂടാൻ പാടില്ല. ക്ലിയർ ആയി 550 കൂടാൻ പാടില്ല. ഇതാണ് ലോകസഭയുടെ അംഗസംഖ്യ. ഇപ്പോൾ നമ്മൾ 545 ഉള്ളൂ എങ്കിലും 550 കൂടാൻ പറ്റില്ല. അപ്പോൾ ലോകസഭയുടെ കാലാവധി എന്ന് പറയുന്നത് ഓർത്തിക്കുക കാലാവധിയല്ല, ലോകസഭയുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് 550. ഇനി ലോകസഭയുടെ കാലാവധി എന്ന് പറയുന്നതാണ് 5 years. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. ലോകസഭ അംഗങ്ങളുടെ കാലാവധി 5 വർഷമാണ്. അപ്പോൾ ടെനർ ഓഫ് ലോകസഭ ആൻഡ് ടെനർ ഓഫ് ലോകസഭ മെമ്പേഴ്സ് ഈസ് സെയിം, ദാറ്റ് ഈസ് 5 years. ലോകസഭ മെമ്പേഴ്സ് ആൻഡ് ലോകസഭ ടെനർ ഈസ് 5 years. ക്ലിയർ ആക്കുക. അപ്പോൾ ലോകസഭ അംഗങ്ങളുടെയും ലോകസഭയുടെയും കാലാവധി 5 വർഷമാണ്. 5 വർഷം കഴിഞ്ഞാൽ ലോകസഭ പിരിച്ചുവിടുന്നു. പക്ഷേ അവിടെ ഒരു കാര്യം കൂടി ഓർക്കുക. ലോകസഭയുടെ കാലാവധി എന്തെങ്കിലും 6 വർഷത്തിലേക്ക് മാറ്റിയിട്ടെന്ന് വെച്ചാൽ 1976 42ാം ഭേദഗതി പ്രകാരം ഇറ്റ് ഈസ് റൈസ് ടു 6 years. 6 വർഷത്തിലേക്ക് ഇന്ന് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം in 1978 by the 44th amendment tenure of Lok Sabha reduced to 5 years from 6 years. ക്ലിയർ ആയ എന്ന് വെച്ചാൽ ലോകസഭയുടെ കാലാവധി ഓൾറെഡി 5 വർഷമാണ്. പക്ഷേ 42ാം ഭേദഗതി 42 ഭേദഗതി പ്രകാരം ലോകസഭയുടെ കാലാവധി 5 നിന്ന് 6 മാറ്റുകയും പിന്നീട് 44ാം ഭേദഗതി 44ാം ഭേദഗതി പ്രകാരം വീണ്ടും 6 വർഷത്തിൽ നിന്ന് 5 വർഷത്തിലേക്ക് കുറയ്ക്കുകയും ചെയ്തു. സോ ഇപ്പോൾ ലോകസഭയുടെ കാലാവധി എന്നത് 5 വർഷമാണ്. ക്ലിയർ ആയില്ല. അപ്പോൾ ലോകസഭയുടെ കാലാവധിയും 5 വർഷമാണ്. ലോകസഭ അംഗങ്ങളുടെ കാലാവധിയും 5 വർഷമാണ്. ക്ലിയർ ആയിക്കല്ലോ. ഇനി നമുക്ക് ലോകസഭ അംഗമാകാൻ വേണ്ട യോഗ്യത, ക്വാളിഫിക്കേഷൻ ടു ബിക്കം എ ലോകസഭ മെമ്പേഴ്സ്. ലോകസഭ അംഗമാകാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? 25 years old ആൻഡ് മസ്റ്റ് ബി ആൻ ഇന്ത്യൻ സിറ്റിസൺ. ഇന്ത്യൻ പൗരനായിരിക്കണം. അതോടൊപ്പം 25 വയസ്സ് കഴിഞ്ഞു. രാജ്യസഭ നമ്മൾ പറഞ്ഞു 30 വയസ്സാണ്. ലോകസഭ അംഗമാകാൻ 25 വയസ്സും
ഇന്ത്യൻ പൗരനുമായിരിക്കണം. ഇതാണ് ലോക്സഭാ അംഗമാകാൻ വേണ്ട യോഗ്യത. ഇനി ലോക്സഭാ ചെയർഡ് ബൈ ലോക്സഭാ സ്പീക്കർ. ലോക്സഭാ അധ്യക്ഷത വഹിക്കുന്നത് എപ്പോഴായിരിക്കും? ലോക്സഭാ സ്പീക്കർ ആയിരിക്കും. നമ്മൾ രാജ്യസഭാ അധ്യക്ഷൻ ആരാ പറഞ്ഞത്? ഉപരാഷ്ട്രപതിയാണ്, അല്ല വൈസ് പ്രസിഡന്റ്. പക്ഷേ ലോക്സഭ എപ്പോഴും അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭ സ്പീക്കർ ആയിരിക്കും. ഇൻ ദി ആബ്സെൻസ് ഓഫ് ലോക്സഭ സ്പീക്കർ ദി ചെയർ വിൽ ബി ഹോസ്റ്റഡ് ബൈ ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ. ഇനി ലോക്സഭ സ്പീക്കർ അല്ലെങ്കിൽ ആരായിരിക്കും? ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും. ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും അധ്യക്ഷത വഹിക്കുക. ക്ലിയർ? അവിടെ നമ്മൾ രാജ്യസഭ അധ്യക്ഷൻ നമ്മൾ പറഞ്ഞു ആരാണ്? ഉപരാഷ്ട്രപതി ഇല്ലെങ്കിൽ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ. ഇവിടെ ലോക്സഭ എപ്പോഴും അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭ സ്പീക്കർ ആയിരിക്കും. സ്പീക്കർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും. ഇനി രണ്ടുപേരും ഇല്ലെങ്കിലോ? രാജ്യസഭയിൽ നമ്മൾ പറഞ്ഞു രാജ്യസഭാ അധ്യക്ഷനും ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ ഇല്ലെങ്കിൽ സീനിയർ മോസ്റ്റ് മെമ്പർ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ലോക്സഭയിൽ വരുന്നത്. ലോക്സഭയിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇൻ ദി ആബ്സെൻസ് ഓഫ് ലോക്സഭ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ദി ചെയർ വിൽ ബി ഹോസ്റ്റഡ് ബൈ സീനിയർ മോസ്റ്റ് മെമ്പർ ഓഫ് ലോക്സഭ. അപ്പോൾ ഇവിടെയും ലോക്സഭയിൽ എങ്ങനെ? ലോക്സഭ അധ്യക്ഷം വഹിക്കുന്ന ലോക്സഭ സ്പീക്കറാണ്. സ്പീക്കർ എങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും. ലോക്സഭ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറുടെയും അഭാവത്തിൽ രണ്ടാളും ഇല്ലെങ്കിൽ സഭയിലെ ഏറ്റവും മുതിർന്ന ആളായിരിക്കും അധ്യക്ഷത വഹിക്കുക. എന്ന് വെച്ചാൽ 10 ആളുകളെ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കും. അതിൽ നിന്നുള്ള ഒരാളായിരിക്കും അധ്യക്ഷത വഹിക്കുക എന്ന് ഓർത്തിക്കുക. ക്ലിയർ ആയില്ലോ? അപ്പോൾ ഇതാണ് ലോക്സഭ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവിടെ നമ്മളൊരു കാര്യം പറഞ്ഞു. ഈ രാജ്യസഭയ്ക്ക് ലോക്സഭയേക്കാൾ ചില കാര്യങ്ങൾ അധികാരം കൂടുതലുണ്ടാവും. നമ്മൾ എന്താ പറയുന്നത്? ഇൻ ദി മാറ്റർ ഓഫ് ഓൾ ഇന്ത്യ സർവീസ് ക്രിയേഷൻ ആൻഡ് ലെജിസ്ലേച്ചർ ഇൻ ദി സ്റ്റേറ്റ് ലിസ്റ്റ്. സംസ്ഥാന ലിസ്റ്റിൽ നിന്നുള്ള നിയമപ്രമാണവും ഓൾ ഇന്ത്യ സർവീസ് രൂപീകരിക്കുമ്പോൾ ലോക്സഭയേക്കാൾ കൂടുതൽ അധികാരം ആർക്കാന്ന് പറഞ്ഞത്? ആർക്കാന്ന് പറഞ്ഞത്? നമ്മൾ രാജ്യസഭയ്ക്കാണ്. പക്ഷേ ഇവിടെ ഓർമ്മിക്കുക, ഇൻ ദി മാറ്റർ ഓഫ് മണി ബിൽ ആൻഡ് ഫിനാൻസ് ബിൽ കാറ്റഗറി 1. ഇൻ ദി മാറ്റർ ഓഫ് മണി ബിൽ ആൻഡ് ഫിനാൻസ് ബിൽ കാറ്റഗറി 1 എന്ന് വെച്ചാൽ ഫിനാൻസ് ബില്ല് 2 ഉണ്ട്. മണി ബില്ല് വേറെയാണ്, ഫിനാൻസ് ബില്ല് വേറെയാണ്. ആ ഫിനാൻസ് ബില്ല് കാറ്റഗറി 1 ഉണ്ട്, കാറ്റഗറി 2 ഉണ്ട്, 2 ഉണ്ട്. അപ്പോൾ അതിലൊന്ന്, അപ്പോൾ ഒന്ന് മണി ബില്ലിൻ്റെ കാര്യത്തിലും ഫിനാൻസ് ബില്ല് 1 കാറ്റഗറി 1. ഈ 2 കാര്യങ്ങളും രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരം ആർക്കാണ്? ലോക്സഭയ്ക്കാണ്. അപ്പോൾ മറക്കണ്ട, ഇൻ ദി മാറ്റർ ഓഫ് മണി ബിൽ ആൻഡ് ഫിനാൻസ് ബിൽ കാറ്റഗറി 1 ലോക്സഭ എൻജോയ് മോർ പവർ ദാൻ ദാറ്റ് ഓഫ് രാജ്യസഭ. മണി ബില്ലിൻ്റെ കാര്യത്തിലും ഫിനാൻസ് ബിൽ 1 കാറ്റഗറി 1 ദാറ്റ് ഇസ് 1, ഈ 2 കാര്യത്തിൽ, ഈ 2ൻ്റെയും കാര്യത്തിൽ രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരം ആർക്കായിരിക്കും? ലോക്സഭയ്ക്കായിരിക്കും എന്ന കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയിരിക്കില്ലോ? ഓക്കെ ഫൈൻ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ലോക്സഭയുമായി ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങൾ അവിടേക്ക്. പിന്നെ ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗങ്ങളുള്ള സംസ്ഥാനം വെച്ചാൽ ഉത്തർപ്രദേശിലാണ്. ഏറ്റവും കുറവ് മിസോറാം, നാഗാലാൻഡ്, സിക്കിം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗങ്ങളുള്ളത് ഉത്തർപ്രദേശാണ്. കുറവ് മിസോറാം, നാഗാലാൻഡ്, സിക്കിമൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്കുള്ള അംഗങ്ങളുടെ എണ്ണം 20. കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് അംഗങ്ങളുടെ എണ്ണം 20 ആണ്. രാജ്യസഭയിലേക്ക് എത്രയാണ് നമ്മൾ പറയുന്നത്? 9 ഓർമ്മിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ലോക്സഭയുമായി ബന്ധപ്പെട്ട് പഠിക്കുക. അപ്പോൾ മറക്കേണ്ട, ലോക്സഭ രൂപം കൊണ്ടത് 1952 ഏപ്രിൽ 17 ആദ്യത്തെ സമ്മേളനം നടന്നത് മെയ് 13 52 തന്നെ മെയ് 13 ലോക്സഭ നമ്മൾ അധോസഭ അല്ലെങ്കിൽ ലോവർ ഹൗസ് എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഹൗസ് ഓഫ് പീപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്. 42 ഭേദഗതിയിൽ 6 വർഷമാക്കിയിരുന്നു. 44 ഭേദഗതിയിൽ വീണ്ടും 5 വർഷമാക്കി മാറ്റി. ലോക്സഭ അംഗങ്ങളുടെ കാലാവധിയും 5 വർഷം തന്നെയാണ് എന്ന കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. പിന്നെ എമർജൻസി കാലഘട്ടങ്ങൾ മാത്രമേ എക്സ്റ്റെൻഡ് ചെയ്യുള്ളൂ, അതല്ലെങ്കിൽ നോർമലി അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ ലോക്സഭ എപ്പോഴും അധ്യക്ഷം വഹിക്കുന്നത് ആരാണെന്ന് പറഞ്ഞത്? ലോക്സഭ സ്പീക്കറാണ്. ലോക്സഭ സ്പീക്കർ ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലെങ്കിൽ സീനിയർ മോസ്റ്റ് മെമ്പർ ആയിരിക്കും. ലോക്സഭ അംഗമാകാൻ നമ്മുടെ യോഗ്യത പറഞ്ഞു, മസ്റ്റ് ബി ആൻ ഇന്ത്യൻ സിറ്റിസൺ, ഇന്ത്യൻ പൗരനായിരിക്കണം. ആൻഡ് മസ്റ്റ് ബി കംപ്ലീറ്റഡ് 25 years, 25 വയസ്സ് കഴിഞ്ഞിരിക്കണം, ഇന്ത്യൻ പൗരനായിരിക്കണം. ഈ 2 യോഗ്യതകളാണ് ലോക്സഭ അംഗമാകാനുണ്ട്. ഫൈനലി നമ്മൾ പറഞ്ഞ 2 കാര്യങ്ങളാണ് ഇൻ ദി മാറ്റർ ഓഫ് മണി ബിൽ ആൻഡ് ഫിനാൻസ് ബിൽ കാറ്റഗറി 1. ഈ 2 കാര്യങ്ങളും ലോക്സഭ എൻജോയ് മോർ പവർ ദാൻ ദാറ്റ് ഓഫ് രാജ്യസഭ. രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരം ലോക്സഭ വിനിയോഗിക്കുന്നത് ഈ 2 കാര്യങ്ങളാണ്. ഒന്ന് മണി ബില്ലും ഫിനാൻസ് ബിൽ കാറ്റഗറി 1. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മൾ ലോക്സഭയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം. നമ്മൾ രാജ്യസഭയും പഠിച്ചു, ലോക്സഭയും പഠിച്ചു. അടുത്ത ക്ലാസ് നമ്മൾ രാഷ്ട്രപതിയെക്കുറിച്ച് പഠിക്കുന്നു. പ്രസിഡന്റ് ആരാണ്, പ്രസിഡന്റ് അധികാരങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നു. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതെല്ലാവർക്കും